ശ്രീതു 8 വർഷത്തെ എക്സ്പീരിയൻസ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെ പരിവാർ. ഇപ്പോൾ സമയം രാത്രി ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞാണ്. വർക്കിംഗ് ഡേ ആണ്. നമ്മൾ എന്നാലും ഇപ്പൊ പോകുന്നത് കുറച്ച് സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടി നമ്മളുടെ അടുത്തുള്ള സ്വീറ്റ് ഗാലറിയിലോട്ടാണ്. വിനീഷ് ബ്രോയും സൂചിയും നമ്മളെ വന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വന്ന് സ്വീറ്റ്സും വാങ്ങി പോകുന്നത് സജിൻ ചേട്ടന്റെയും ശ്രീധുവിന്റെയും വീട്ടിലോട്ടാണ് കേട്ടോ. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പൊ പോകുമ്പോൾ എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങാന്ന് വിചാരിച്ച് ഞങ്ങൾ സ്വീറ്റ്സ് വാങ്ങാൻ കയറി. കേക്ക് വാങ്ങേണ്ട ആവശ്യമില്ല, കേക്ക് ശ്രീധു തന്നെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങി നേരെ അവരുടെ വീട്ടിലോട്ട് എത്തി. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ശ്രീധുവിനൊക്കെ പനി ആയതുകൊണ്ട് 2-3 ആഴ്ചത്തെ പരിപാടിക്ക് അവരുണ്ടായിരുന്നില്ല. അപ്പൊ കുറെ നാളായി ഇവരെ കണ്ടിട്ടോ. അപ്പോഴേക്കും സജിൻ ബ്രോ ഒക്കെ മന്തിയും വാങ്ങി എത്തുകയും ചെയ്തു. ബ്രോ ഹാപ്പി ആനിവേഴ്സറി. നമ്മള് കണ്ടിട്ടില്ല, ഞാനേ കണ്ടുള്ളൂ. അല്ല സജിൻ ബ്രോ, 8 വർഷത്തെ എക്സ്പീരിയൻസ് പറ. 8 വർഷം അഡ്വഞ്ചർ അതാണ് കേട്ടോ. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ആവട്ടെ. ശ്രീതു 8 വർഷത്തെ എക്സ്പീരിയൻസ് പറ. ചുമ്മാ പിന്നെ അവരെ കളിയാക്കാൻ വേണ്ടി അതും ഇതൊക്കെ പറഞ്ഞിരുന്ന് നേരെ കേക്ക് കട്ടിങ് പരിപാടിയിലോട്ട് കടക്കാന്ന് വിചാരിച്ചു. കേക്ക് കെട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് കള്ളനും പോലീസും കളിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ എഴുതിയിടുന്നത്. ഞങ്ങൾക്കൊരാഗ്രഹം, പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ക്രിസ്മസ് ഫ്രണ്ട് അങ്ങനെ ആരും എടുത്തിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു, നമ്മൾ ഇത്രയും പേരില്ലേ, നമുക്ക് എന്നെ അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ട് എടുക്കാം. അത്ര വലിയ റേറ്റിൻ്റെ ഒന്നും എമൗണ്ട് വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും മേടിക്കേണ്ട. ഒരു ഫിക്സ്ഡ് എമൗണ്ട് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒരു ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വെച്ച് പേരൊക്കെ എഴുതിയിട്ട് പ്രിയമോടിതു ഞാൻ കരതാരിൽ കരുതിയതും മരുഭൂവിൽ പല പാതകൾ. ഇവിടെ ഈ വാക്ക് തർക്കത്തിന്റെ കാര്യം എന്താണെന്നറിയാവോ? കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇപ്പൊ തന്നെ പറയണം നമുക്ക് കിട്ടിയ ഫ്രണ്ട് ആരാണെന്നുള്ളത്. കുറച്ച് പേര് പറഞ്ഞു അത് ഇപ്പൊ റിവീൽ ചെയ്യണ്ട, ഫ്രണ്ട് നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതിയെന്ന്. അതല്ല അതിന്റെ ഒരു ഇത്. അങ്ങനെ ഞങ്ങള് ആ ഫൈനൽ തീരുമാനത്തിലോട്ട് എത്തി. എപ്പോഴാണോ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അന്നേരം മതിയെന്ന്. ഞങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറൊരു സെക്ഷൻ വെച്ചു, ക്രിസ്മസ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അവരെ മാത്രം വെച്ച് അവരെ കൊണ്ട് ഒരു ലോട്ട് എടുപ്പിച്ചു. ഈ കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെ എടുക്കുന്നത്. ഇവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊന്നും ക്രിസ്മസ് ഫ്രണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ സെലിബ്രേഷൻ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ ഇവർക്കൊക്കെ ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കല്ലുവിന്റെ ഫ്രണ്ട് പോലെ തന്നെ ചുങ്കൂനെ തന്നെയാണ് കിട്ടിയത്. അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ട് തിരഞ്ഞെടുക്കലൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ചിക്കൻ മന്തിയും മട്ടൻ മന്തിയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവര്. അതും കഴിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ എൻഡ് ചെയ്യാണ് ഗൈസ്. പക്ഷേ ഫുഡിൻ്റെ കാര്യം ഒന്നും കൂടെ പറയണം, നല്ല നൈസ് ഫുഡായിരുന്നു. കേക്കും അതുപോലെ തന്നെ അടിപൊളി കേക്കായിരുന്നു. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടാവും ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല, കാരണം വർക്കിംഗ് ഡേ ആയിരുന്നല്ലോ. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടിയ ഒരു ദിവസമായിരുന്നു അത്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലെ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണുന്നവരേക്കും ബൈ ഗായ്സ്.